ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്കയടയാണ്. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞില്ലേ, പകരം നിങ്ങൾക്ക് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഏത്തപ്പഴവും ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാനും ഒട്ടും മറക്കരുത്. എങ്കിൽ വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഇതിന് ഫൈനായിട്ട് അരയണം, അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിലുള്ള സ്കിന്നും ചക്കക്കുരും ഒക്കെ നമ്മൾ മാറ്റുന്നത്. ഇനി വേറൊരു ചീനച്ചട്ടി എടുക്കുക. അതിലോട്ടേക്ക് നമ്മൾ പുട്ടിന് ഉപയോഗിക്കില്ലേ, പുട്ടുപൊടിയും പിന്നെ 1.5 ബൗള് പുട്ടുപൊടിയും പിന്നെ 1/2 ബൗള് പത്തിരിപ്പൊടി, അതായത് ഇടിയപ്പൊക്കെ നമുക്ക് നൈസായിട്ടുള്ള പൊടിയല്ലേ, അപ്പൊ അത് രണ്ടുമാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണ്, ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ പുട്ടുപൊടിയും പത്തിരിപ്പൊടിയും, അതായത് ഇടിയപ്പപ്പൊടി. അപ്പൊ ഇത് രണ്ടും കൂടി എന്താ പറയാ, പുട്ടുപൊടി ഭയങ്കര തരിയല്ലേ, ഇപ്പൊ ഇതാകുമ്പോ നല്ല പൗഡർ പോലെ ഇരിക്കല്ലേ, അപ്പൊ രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് അട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അത് ചൂടാക്കി വെച്ചു. ഇനി ഒരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിലോട്ടേക്ക് ഞാൻ പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ആ തിളച്ച വെള്ളം തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ പകുതി നമുക്ക് പൊടിയൊക്കെ വെന്ത് വരണം. എന്നാൽ മാത്രമേ അട നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ആ ചൂടോടെ തന്നെ നമ്മൾ ഈ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെ അങ്ങനെ ഈ മാവൊക്കെ ഇങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ ചക്കച്ചോള, അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നെയ്യും കൂടി, നല്ല ടേസ്റ്റ് ആണ് നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം കേട്ടോ. നെയ്യാണ് ഒന്നും കൂടിയും ടേസ്റ്റ്. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടെ തന്നെ എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ തന്നെ നല്ല എന്താ പറയാ, ഒരു 1/4 ഭാഗം വെന്ത് വരും നമ്മൾക്ക് പൊടിയൊക്കെ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ ഈ ചക്കച്ചോള നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് വെല്ലമാണെങ്കിൽ വെല്ലം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, അല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര, അതും കൂടി ചേർത്തിട്ട് അരയ്ക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് കിട്ടിയ ചക്കച്ചോള നല്ല മധുരമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടുണ്ടായിരുന്നു, അത്രമാത്രം. ഇനി തേങ്ങയുടെ കൂടെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഞാൻ മധുരം ചേർക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര മധുരമായി പോവില്ലേ. ഇനി ഈ ചൂടോടെ തന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ഒന്നും കൂടി അത് വേവും, ചൂടുള്ളത് കൊണ്ട്. അപ്പൊ അത് മാറ്റി വെക്കാം. ഇനി ഞാൻ തേങ്ങ കുറച്ച് തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് പഞ്ചസാര പിന്നെ ഏലക്കായ് പൊടി മസ്റ്റാണ് കേട്ടോ, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല മണം കൂടിയായിരിക്കും. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെല്ലം, എന്താ പറയാ നിങ്ങൾ, എനിക്കറിയില്ല, ഓരോ നാട്ടിലും ഓരോന്നാ പറയുന്നേ. അപ്പോൾ വെല്ലം കൂടി ചേർത്ത് കൊടുക്കാവുന്നുള്ളൂ. പൊടിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ വെല്ലം. അപ്പോൾ അങ്ങനെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് ചൂടൊക്കെ തണുത്തിട്ടുണ്ട്. എന്നാലും ആ ഒരു ഇളം ചൂടിൽ തന്നെ നമ്മൾ ഇലയിലോട്ടേക്ക് പരത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഒരു 10 മിനിറ്റ് തന്നെ ആവിയിൽ വേവിച്ചാൽ വെന്ത് കിട്ടുന്നു. അങ്ങനെ ഇലയൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇല കിട്ടിയാലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 10-12 ദിവസം വരെ എനിക്ക് നിൽക്കാറുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അട ഉണ്ടാക്കാനൊക്കെ എളുപ്പല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊഴക്കട്ടേനേക്കാളും അടയാണ് ഭയങ്കര ഇഷ്ടം. ആ ഇലേന്റെ ഒരു മണവും ഫ്ലേവറൊക്കെ ആവി കയറുമ്പോൾ വരും. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് നല്ല പോലെ തന്നെ വെക്കാം. തേങ്ങയൊക്കെ നല്ല പോലെ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്.
അടയ്ക്കൊക്കെ നമ്മൾ എന്താ പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല. ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ചധികം തന്നെ തേങ്ങയൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ ചക്ക അട ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ ഒരാളുടെ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അധികൾക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. എങ്ങനെയുണ്ട് നോക്കാലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത ചക്കയൊക്കെ. അപ്പൊ അങ്ങനെ എല്ലാം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാം. അപ്പൊ അതിന് ഞാൻ നേരത്തെ ഇഡ്ഡലി പാത്രമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഇതുപോലെ ആവിത്തട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ വെക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ആവിത്തട്ടിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വാഴത്തണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചു കൊടുക്കുവാണെങ്കിൽ ആവി കയറാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് മേൽപോട്ട് വരെ ആവി കയറണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ഗ്യാപ്പിൽ വാഴത്തണ്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ആവി കയറും, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ, എന്താ വെച്ചാൽ നേരത്തെ പൊടിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു 15-20 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. നേരത്തെ പൊടി വെന്തത് കാരണം നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇത് തുറക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സ്കിപ്പായിപ്പോയി. അങ്ങനെ എൻ്റെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇല കണ്ടില്ലേ, ഇല ഇങ്ങനെ വാടി ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് അതിൽ സ്റ്റിക്കി ആകാണ്ട് ഇങ്ങനെ വേഗം തുറന്നു തന്നെ വരും. അതന്നെ വെന്തു എന്നാണ്. ഇതൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ അറിയാത്തവർക്കും, പക്ഷേ എനിക്ക് കുറച്ച് മലയാളി അല്ലാത്ത ഫ്രണ്ട്സുമാരും ഉണ്ട്. അപ്പൊ അവർക്ക് കൂടി അറിയണമല്ലോ. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ ചക്ക കിട്ടാത്തവർക്ക് ഏത്തപ്പഴം പുഴുങ്ങിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ നാടൻ പലഹാരമല്ലേ ഇത്. ഇത് ഞാൻ അരിപ്പൊടി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, ഗോതമ്പ് പൊടീനെ കൊണ്ടും ഇത് ചെയ്യാം. ഗോതമ്പ് പൊടി ഇന്നും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ എല്ലാവരും. പിന്നെ ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് ചാനൽ കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എന്നാ കഴിക്കട്ടെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.